ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് ഞാൻ ഏഞ്ചൽ കാർഡ് വഴി നോക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രണയത്തിൽ ആ ഒരു പ്രണയം ഇല്ലാതെയാക്കാൻ ആരെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് ആയി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള ഒരു ബാഹ്യമായ ഒരു എനർജിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊരു വൺ സ്പ്രെഡ് ഏഞ്ചൽ കാർഡ് വഴി നോക്കാം. ഏഞ്ചൽസിന് എന്താ പറയുന്നത് എന്ന് നമുക്കറിയാലോ. നമുക്ക് കാർഡ്സ് എടുക്കാം. നമ്മൾ ഏഞ്ചൽ കാർഡ് വഴിയാണ് കുറേ ബ്രേക്കപ്സും കുറേ കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ എനർജി, ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ വേറെ ആളുകളുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇടപെടലുകളൊക്കെ നമ്മൾ സാധാരണ റീഡ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഇപ്പോൾ നിലവിലെ പ്രണയത്തിൽ അങ്ങനെ ആരുടെയെങ്കിലും ഇടപെടലുകൾ വരാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നഷ്ടപ്രണയം അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപാടുകൾ കൊണ്ടാണോ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഏഞ്ചൽ കാർഡാണ് എടുത്തിട്ടുള്ളത്. പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് വന്നിട്ട് അതായത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു തേർഡ് പാർട്ടികളുടെ ഒരു ഇൻഫ്ലുവൻസ് കാണുന്നില്ല. കാരണം നമ്മൾ ഇതിലൊരു പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു മാലാഖയുടെ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു പ്രണയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്രണയത്തിലൊന്നും മറ്റുള്ള ഒരാളുകളുടെ ഒരു കൈകടത്തലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉള്ളതായി കാണുന്നില്ല. ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത് അതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ പ്രണയം ആസ്വദിക്കുന്നവരാണെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള എനർജിയും അതിൽ ഡിസ്റ്റർബ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും വരുന്നില്ല. നിങ്ങളുടെ നഷ്ടപ്രണയമായാലും മറ്റുള്ള ഒരു വ്യക്തികളുടെ അവരുടെ ഒരു പ്രേരണ മൂലം ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കിടയിലെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കാർഡ് കാണിച്ചു തരുന്നത്, ഏഞ്ചൽസ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ റീഡിങ്ങോ അല്ലെങ്കിൽ വന്നിട്ട് റിലേഷൻഷിപ്പ് റീഡിങ്ങോ വേണമെങ്കിൽ നമ്മൾ ടാരറ്റ് കാർഡുകൾ വഴിയും ഇത്തരത്തിലുള്ള ഏഞ്ചൽ ഒറക്കിൾ കാർഡ്സ് വഴിയും നമ്മൾ ചെയ്തു തരുന്നതാണ്. പിന്നെ ഡീപ്പായിട്ട് ഒരുപാട് വർഷത്തെ കാര്യങ്ങളെല്ലാം അറിയണം, ഫ്യൂച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആസ്ട്രോളജി, ന്യൂമറോളജി വഴിയാണ് നോക്കി തരുന്നത്. ഇതിനെല്ലാം ഒരു ഫീസ് ഉണ്ടായിരിക്കും. താങ്ക് യു.